ഇതാണ് അമ്മയുടെ പൂക്കളുടെ ഹൈലൈറ്റ്. നല്ല ഭംഗിയാണ് വീട്ടിൽ കയറി വരുമ്പോ. ഇതിനകത്ത് കുറച്ച് ഗപ്പിയുണ്ട്, കുറച്ചല്ല കുറേ ഗപ്പിയൊക്കെ ഉണ്ട്. ആവശ്യം ഇഷ്ടപ്പെട്ടാ അതൊക്കെ. ഇതിന്റെ പേരൊന്നും അറിഞ്ഞൂടാ, പക്ഷെ വീട്ടിൽ ആര് വന്നാലും ചോദിക്കുന്നതാണ് ഇത് പ്ലാസ്റ്റിക് ആണോ ഒറിജിനൽ പൂവാന്നാണ്. ഇത് ഒറിജിനൽ പൂവല്ല, സോറി അല്ല. ആർക്കെങ്കിലും ചെടി വേണമെങ്കിൽ അമ്മയുടെ അടുത്ത് വന്ന് ഇവിടെ ചോദിച്ചത് ഫ്രീ ആയിട്ട് തരിക. ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അമ്മ ഗാർഡൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? 2 വർഷമായിട്ട് അമ്മ കുറേ ചെടികൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പോകുന്ന സ്ഥലത്ത് നിന്നൊക്കെ വാങ്ങിച്ചിട്ട് ഇവിടെ ഒരു അടിപൊളി ഗാർഡൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോൾ ഇവിടുത്തെ ചെടിയൊക്കെ കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ചെറിയൊരു ഗാർഡൻ കാണിക്കുന്ന ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അമ്മ കാണിച്ചു തരും എന്തൊക്കെ ചെടികൾ അമ്മ വച്ചിട്ടുണ്ടെന്ന്. അല്ലേ അമ്മ? കുറേ ഇലച്ചെടികളും കുറേ ബൊഗെയിൻവില്ല, പിന്നെ സാധാരണ ഉള്ള ചെമ്പരത്തി അങ്ങനെയൊക്കെ ഉള്ളതേ ഉള്ളൂ. നല്ല ഭംഗിയായിട്ട് അമ്മ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ താഴെയുണ്ട്, ബാൽക്കണിയിലുണ്ട്, അതൊക്കെ കാണാം. ഇവിടെ നിന്ന് ആക്ച്വലി ഇങ്ങനെ അല്ലായിരുന്നു, ഇവിടെ ഫുള്ള് മണ്ണൊക്കെ ആയിരുന്നു. ഇപ്പൊ സൈഡിൽ തുണിയൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ ഇവിടെ ഫുള്ള് മണ്ണായിരുന്നു. ഇപ്പൊ ഇവിടെ നിറയെ ഇവിടെയും ബാൽക്കണിയിലൊക്കെ അമ്മ നിറയെ ചെടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോരോ ചെടിയായിട്ട് നോക്കാം. അമ്മ ഉപദ്രവിക്കണം. അപ്പൊ അമ്മ ഇത് ഫസ്റ്റ് ബൊഗെയിൻവില്ല അല്ലേ? ബൊഗെയിൻവില്ലയിൽ എത്ര കളേഴ്സ് ഉണ്ട് അമ്മയ്ക്ക്? എല്ലാ കളറും ഉണ്ട്. എല്ലാ കളറും ഉണ്ട്. എവിടെ? ഇവിടെ മേളിലാ? അത് പിങ്ക്. ഇവിടെ വന്നിട്ട് വൈറ്റ് അല്ലേ? വൈറ്റ്. പിന്നെ ഡാർക്ക് വയലറ്റ് ആണ്. എവിടെ? പൂ കുറവാണ് അതിൽ. പൂ കുറവ്, അത് ഡാർക്ക് വയലറ്റ് ആണ്. പിന്നെ പിന്നെ ഏതൊക്കെ കളേഴ്സ് ഉണ്ട്? ലൈറ്റ് വയലറ്റ്. ഇപ്പൊ മഴ ആയതുകൊണ്ട് എല്ലാം ഷെയ്ഡ് ആയിപ്പോ. കുറെ കളേഴ്സ് ഉണ്ട്. ഇതിപ്പോ ലൈറ്റ് ഷെയ്ഡ് ആണ്, അതേപോലെ ഡാർക്ക് ഉണ്ട്, പിന്നെ പേർപ്പിൾ ഉണ്ടായിരുന്നു. ഇത് ബൊഗെയിൻവില്ലയാണോ? ഇങ്ങനെ ഓറഞ്ച് കളർ, ഇങ്ങനെ വേറൊരു ടൈപ്പ് ബൊഗെയിൻവില്ല. ഇനി മേളില് കുറെ സംഭവങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട്. അത് സെയിം കളേഴ്സ് തന്നെ, ഇതിന്റെ പോലെ തന്നെ, പക്ഷെ മേളില് കുറച്ചും കൂടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ദിവസം അമ്മ ഇവിടുന്ന് ബാൽക്കണി പോലെ കയറി വന്നിട്ടാണ്. ഇവിടെ ഇതിപ്പം മേളിലാണ്. ഇവിടെ അമ്മ നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോരോ കളേഴ്സ് ആയിട്ട് കാണിക്കാം. താഴത്തെ പോലെ തന്നെ പിങ്ക് ഉണ്ട്, റോസ് ഉണ്ട്, പിന്നെ വേറെന്തൊക്കെയോ ചെടികളുണ്ട്. ഈ ഓറഞ്ച് കളർ നല്ല ഭംഗിയുണ്ട്. ഇത് ആക്ച്വലി ഇപ്പം ഇത് തെറ്റിപ്പോയി. ഇത് ശംഖുപുഷ്പം അല്ലേ? ഇത് ശംഖുപുഷ്പം. ഇവിടെ ഇതാ ഒരു പൂവുണ്ട്, ശംഖുപുഷ്പത്തിന്റെ ഒരു പൂവുണ്ട്. ഇതൊക്കെ എന്തോന്നമ്മ? ഇതെന്തൊക്കെയോ ഇവിടെ എന്തൊക്കെയോ വെച്ചിട്ടുണ്ട്. എന്ത് പേരറിഞ്ഞു? ഇവിടെ എന്തൊക്കെയോ വച്ചിട്ടുണ്ട്. ക്രീപ്പറല്ലേ? പടർന്നിങ്ങനെ വന്നെ ക്രീപ്പേഴ്സ് ആണ് താഴെ. പേരറിഞ്ഞൂടാ, പക്ഷെ നല്ല ഭംഗിയുണ്ട്. ഇപ്പൊ ഞങ്ങള് മേലിലാണ് നിൽക്കുന്ന. സൈഡിലൊക്കെ ഫുൾ വാഴയാണ്. ആ വാഴയില് ഇതാ സാധനം കൊലച്ചൊക്കെ നിപ്പുണ്ട്, പഴം. പിന്നെ അവിടെ നിറയെ റംബൂട്ടാനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം മഴയായോണ്ട് പോയി. അവിടെ ഫുള്ള് റംബൂട്ടാനായിരുന്നു. ഇത് അമ്മ ഇത് എന്താന്നൊക്കെ ചെടി? ഇവിടെയൊക്കെ ഇഞ്ചി, മഞ്ഞൾ, അങ്ങനെ കുറെ സാധനം ഇവിടെ നട്ടു വെച്ചിട്ടുണ്ട് മേളില്. വാവയ്ക്ക് ഒന്നും കഴിക്കാൻ വേണ്ട. ഇപ്പൊ ഇവിടെ ഇത്രയും നട്ടു വെച്ചിട്ടുണ്ട്. ഇനി വീടിന്റെ അകത്ത് ബാൽക്കണിയിലൊക്കെ കുറെ സാധനങ്ങൾ ഉണ്ട്. ഏത്? ഇതൊക്കെ ഇതെല്ലാം ചെമ്പരത്തിയുടെ പല കളറും, കൊറേ കളേഴ്സ് ഉണ്ട് ചെമ്പരത്തിയുടെ. പക്ഷെ ഇതിപ്പോ മഴ അതിന്റെ പൂവൊക്കെ പോയി നിക്കുന്നല്ലേ. ഇത് പാരിജാതം, ഇതെല്ലാം റോസ്, ഇത് വെള്ളത്തെറ്റി. ഇത് റെഡ്, അതെല്ലാം റോസ്, മറ്റൊരു വേറൊരു കളർ. പിന്നെ ആ സൈഡിലെല്ലാം ഇലച്ചെടികളും. പിന്നെ ഈ സൈഡില് ഇവിടെ ജമന്തി, ഇത്
കുറെ ഇലച്ചെടികള്. ഏത് ജമന്തി? അത് ഇതാണ് ഇത്. ഇത് ജമന്തി. ഇത് ശവനാറിപ്പൂ എന്ന് പറയാം. എനിക്കറിഞ്ഞില്ല. ശവനാറിയ പൂ. ഇത് നല്ല ഭംഗിയുള്ള പൂവാണ്. എന്റെ പേരറിഞ്ഞില്ല. ഇതൊക്കെ ഇലച്ചെടികള്. അവിടെയും തെറ്റി. അത് വേറൊരു വയലറ്റ് ചെമ്പരത്തി. ഇതൊക്കെ ഇലച്ചെടികൾ. ഇതൊക്കെ ഓരോരോ. ഇതാണോ? വയലറ്റ് ചെമ്പരത്തി. നല്ല ഭംഗിയുണ്ട്. ഇത് നല്ല ഭംഗിയുണ്ട്. വയലറ്റ് ചെമ്പരത്തി. ഈ പൂവ് എടുക്കാം. ഈ പൂ എടുത്തില്ല. ഏത് പൂ? അയ്യോ, ഇത് നല്ല ഭംഗിയുണ്ട്. മറ്റത് കോഴിപ്പൂവ്. ഏത്? ഇതാ കൊഴുപ്പു. വാവ കോഴിപ്പൂ വേണ്ടിട്ടുണ്ടാ? കൊഴുപ്പ് കൊള്ളാമോ? കൊള്ളാവോ? അതെല്ലാം ഇലച്ചെടികള്. ഇതൊക്കെ ഓരോരോ ടൈപ്പ് ചെടിയല്ലേ? മറ്റത് റെഡ് തുമ്പ. ഏത്? റെഡ് കളർ. ഇതാണോ? റെഡ്. റെഡ് ഏത്? ഇതാ താഴെ. റെഡ് ഏത്? ഇത് പിങ്ക്. ഇത് തുമ്പ. തുമ്പ. ഇത് വയലറ്റ് കളർ. മറ്റത് ഇത് വയലറ്റ്. തുമ്പേരെ രണ്ടെണ്ണം, വയലറ്റും പിങ്കും. അവയെല്ലാം കൂടെ എല്ലാ ചെടിയും കണ്ടോണ്ടിരിക്കണ വാവ. ഇപ്പൊ ഇവിടെ ഇത്രയല്ലേ ഉള്ളു. ഇവിടെ ഇത്ര ഉണ്ട്. ഇതൊക്കെ അമ്മ എവിടെ നിന്ന് വാങ്ങിച്ചേ? അമ്മ കുഴിപ്പളം എന്നുള്ള കുഴിപ്പളം നഴ്സറിന്നാണ് വാങ്ങിച്ചത്. പേരറിഞ്ഞുകൂടാത്ത എന്തൊക്കെയോ ചെടികൾ കുറെ ഇവിടെ ഉണ്ട്. ആർക്കെങ്കിലും ചെടി വേണമെങ്കിൽ അമ്മയുടെ അടുത്ത് വന്ന് ഇവിടെ ചോദിച്ചത് ഫ്രീ ആയിട്ട് തരിക. അഡ്രസ് ഇവിടെ മങ്കാട്ടടവ് വന്ന് അമ്മ ഇഷ്ടം പോലെ ചെടി എല്ലാവർക്കും തരും. ഇതൊക്കെ ഇതെന്തോ അമ്മ? പൂവുണ്ട്. പേരറിഞ്ഞൂടെ എന്തൊക്കെയോ ഉണ്ട്. ഇതൊക്കെ വെറും ഇലച്ചെടിയല്ലേ? ഇതിനൊന്ന് വെള്ളം വല്ലപ്പോഴും ഒഴിച്ചാൽ മതിയോ? ഇതിനൊക്കെ വെള്ളം കുറച്ച് മതി. നല്ലൊരു ഫ്ലവർ പോട്ടിൽ വെച്ചാൽ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഇരിക്കും. പേരൊന്നും അറിഞ്ഞൂടാ. പക്ഷെ വീട്ടിൽ ആര് വന്നാലും ചോദിക്കുന്നതാണ് ഇത് പ്ലാസ്റ്റിക് ആണോ ഒറിജിനൽ പൂവാന്നാണ്. ഇത് ഒറിജിനൽ പൂവല്ല, സോറി, അല്ല, ഒറിജിനൽ ആണ്. ഇത് ഒറിജിനൽ അല്ലേ? ഇതൊക്കെ ഒറിജിനൽ ആണ്. കണ്ട പ്ലാസ്റ്റിക് എല്ലാം ഒറിജിനൽ ആണ്. പക്ഷെ കണ്ട പ്ലാസ്റ്റിക് പോലെ തോന്നും. വെള്ളം കുറച്ച് മതി അല്ലേ ഇതിനൊക്കെ വെള്ളം കുറച്ച് മതി. പക്ഷെ ഇതെന്തോ? ഇത് ചുമ്മാ തടിയാ? ക്ലൈംബ് ചെയ്യാൻ വെച്ചേക്കുന്ന ഒരു സാധനം, തടി പോലെ. ഇത് എന്തൊക്കെയല്ല. ഇവിടെ മിക്കത് ഇലയാണ്. മറ്റേ പൂവൊക്കെ ഇപ്പൊ പൊഴിഞ്ഞു പോയി. അത് പൂ വരുമ്പോ അടുത്ത് പിന്നെ കാണിച്ചു. ഇപ്പൊ ഈ സൈഡ് ഇത്രയാണുള്ളത്. ഇനി അടുത്ത സൈഡ് അല്ലേ? ഇതാണ് അമ്മേടെ പൂക്കളുടെ ഹൈലൈറ്റ്. നല്ല ഭംഗിയാണ് വീട്ടിൽ കയറി വരുമ്പോ. സഞ്ചി ഒന്നും കണ്ടുവിടാ. ഇത് ബൊഗേനില്ല. ഇവിടെ പടർത്തി അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. ആക്ച്വലി ഇപ്പൊ മഴ ആയതുകൊണ്ട് ഫുൾ ഇങ്ങനെ പൊഴിഞ്ഞിരിക്കുക. പിന്നെ ഇവിടെയൊക്കെ പേരറിഞ്ഞൂടാ. പക്ഷെ നല്ല ഭംഗിയാണ്. ഇത് വീട്ടിൽ കയറി വരുമ്പോ കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഇങ്ങനെ വച്ചിട്ടുണ്ട്. കൊറേ റോസസ് ഉണ്ട്. പിന്നെ ഏതൊക്കെ അമ്മ? റോസ് ഉണ്ട്, തെറ്റി ഉണ്ട്. പേരറിഞ്ഞൂടാ മിക്കതിന്റെ. പക്ഷെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിട്ട്. ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇങ്ങനെ അറേഞ്ച് ചെയ്ത്. താഴെ 2 കൊക്കും ആമ്പലിനെയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഗപ്പി ഉണ്ട് അല്ലേ? ഗപ്പി ഉണ്ട്. ഇതിൻ്റെ അകത്ത് കുറച്ച് ഗപ്പി ഉണ്ട്. കുറച്ചല്ല, കുറേ ഗപ്പിയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊരു ടൈപ്പ് ജാമ്പയ്ക്ക അല്ലേ? ഏതോ ഒരു ടൈപ്പ് ജാമ്പയ്ക്കാണ്. മഴയായതുകൊണ്ട് ആക്ച്വലി ഒന്നും പൂത്ത് നിൽപ്പില്ല. പിന്നെ ഇവിടെയും നല്ല ഭംഗിയിൽ വച്ചിട്ടുണ്ട്. പിന്നെ അത് ഈ സൈഡിലും ഇവിടെയും വച്ചിട്ടുണ്ട് കുറച്ച് ചെടികളൊക്കെ. ഇതൊക്കെയാണ് താഴെ നമ്മൾ വച്ചിട്ടുള്ളത്.
മേളിൽ ഇവിടെ തൂക്കി ഇങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ട് അല്ലേ. മേളത്തെ നിലയില് ഇനി മേളിലത്തെ നിലയില് ഇതിങ്ങനെ മേളിലോട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് അതും കൂടെ പോയി കണ്ടിട്ട് വരാം. മേളിൽ ഇവിടെ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇത് പ്ലാസ്റ്റിക്, ഇതൊക്കെ ഒറിജിനൽ. ഇത് മണി പ്ലാന്റാ. ഇത് മണി പ്ലാന്റ്. ഇതെന്തൊക്കെയോ പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ ഇതിപ്പോ നമ്മള് ടെറസിന്റെ അവിടെയാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്നു. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ചെടി ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി എന്തൊക്കെ ഉണ്ട്, മുളക് അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പൊ ആരും നോക്കാൻ ഇല്ലാത്തോണ്ട് അവിടെ കിടക്കുന്ന. ഇതാണ് നേരത്തെ കാണിച്ചു തന്നത്. മഴയായിട്ട് എല്ലാം കാട് പിടിച്ചിങ്ങനെ കിടക്കുന്നു. ആവശ്യം ഇഷ്ടപ്പെട്ട അതൊക്കെ. ആവശ്യം ഉറക്കം വന്നിരിക്കുന്നു. അയ്യോ, അമ്മേരെ പൂ കാണാൻ വേണ്ടി ത്യാഗം സഹിച്ച്. അയ്യോ, ശബരിമല കയറി വരണം. അയ്യോ, പതുക്കെ. ഇതിന്റെ മേലില് കുറച്ച് ചെടി വെച്ചിട്ടുണ്ട്, അത് കാണിക്കാൻ വേണ്ടിട്ട് അമ്മ പറഞ്ഞ. പൂവെല്ലാം പൊഴിഞ്ഞു പോയി. നിറച്ചുണ്ടായിരുന്നു, പക്ഷെ എല്ലാം പൊഴിഞ്ഞു പോയി എന്നാണ് അമ്മ പറയുന്നത്. ഇത് ഇവിടെയൊക്കെ ബൊഗേമില്ല അല്ലേ, മിക്കതും ബൊഗേമില്ല. പക്ഷെ നല്ല ഭംഗിയാ. ബൊഗേമില്ല നല്ല ഭംഗിയാ, പല പല കളേഴ്സില് ഇവിടെ വച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം പോയി. വാവയ്ക്ക് കളിക്കാനുള്ള സ്ഥലമായി. പൂ പറിക്കാൻ പോവാനാ? മാമിന്റെ ഗാർഡൻ കൊല്ലാക്കാൻ പോവാനാ? കൊല്ലാവോ? ഗാർഡൻ കൊല്ലാവോ? മാമിന്റെ ഗാർഡൻ കൊല്ലാവോ? ഇനി താഴെയല്ലേ ബാക്കി? ആരോടി വന്നത്? അപ്പൊ പതുക്കെ പതുക്കെ പതുക്കെ. ഗാർഡൻ ഇഷ്ടപ്പെട്ട അമ്മമ്മേന്റെ? പൂവൊക്കെ പൊഞ്ഞു പോയി. ആലോചിക്ക്. തിരിച്ചു പോണേ? ഇഷ്ടപ്പെട്ടവന്. പൂ പിടിക്കാൻ പോകുന്നു. ഇഷ്ടപ്പെട്ട അമ്മവരെ? പോവാം. പൂവയുടെ അമ്മ പൂവെന്ന് ഇറങ്ങിയ അമ്മ ഫുള്ള് മുട്ടക്കുന്ന് കാണിച്ചു തരുന്നത്. ഫുള്ള് മഴയായിട്ട് പൊഴിഞ്ഞു പോയി. ഉള്ളതൊക്കെ കാണിച്ചു തരാം. അമ്മ എങ്ങോട്ടോ കൊണ്ടുപോകണുണ്ട്. കുറച്ച് ഹരിതാപം പച്ചപ്പൊക്കെ ഉള്ള ഒരു സ്ഥലം. ഇത് ഇവിടെ മാത്രം നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ ബൊഗേമില്ലയും കുറെ ഇല ചെടിയല്ല. ഇതിനൊക്കെ വെള്ളം എന്നും ഒഴിക്കണം അല്ലേ? മഴയുള്ളതുകൊണ്ട് വെള്ളമൊന്നും ഒഴിക്കണ്ട, ഫ്രീ ആയിട്ട് വളർന്നോളൂ. ഇതാ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത്രയും ആണ് ഇവിടെ ഈ സൈഡിൽ ഉള്ളത്. നേരത്തെ താഴെയാണ് കാണിച്ചത്. താഴേന്ന് മേലിൽ വന്ന് എല്ലാം കണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നു. അടുത്തത് ഇവിടെ ഇത് ഞാൻ വാർലി ആർട്ട് ചെയ്ത ഫ്ലവർ പോട്ടാ. ഇത് അവിടെയൊക്കെ ജസ്റ്റ് ഇതൊക്കെ മണി പ്ലാന്റ് അല്ലേ ഇടയ്ക്കുള്ളത്. മണി പ്ലാന്റ്സും വേറെ എന്തൊക്കെയോ പ്ലാന്റ്സും ഒക്കെ മിക്സ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ഇത് എന്തൊക്കെയോ ഇലയും. ഇതാ ഇത് സ്നേക്ക് പ്ലാന്റ്. അതേപോലെ എന്തൊക്കെയോ പ്ലാന്റ്സ്. അമ്മയ്ക്ക് കറക്റ്റായി പേരറിഞ്ഞൂടെ. വാങ്ങിച്ചുകൊണ്ട് വന്ന്, പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. കുറെ എല്ലാവർക്കും കൊടുത്തു വരണതൊക്കെ. വാവയ്ക്ക് എല്ലാം ഇഷ്ടപ്പെട്ട് വാവ ഇത് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ ഇത് ഇത്രയൊക്കെയാണ് അമ്മയുടെ കളക്ഷൻ. ആക്ച്വലി എല്ലാം മഴയായിട്ട് പൊഴിഞ്ഞു പോയി. ഇനി ഒന്നും കൂടെ വളരുമ്പോ ഒന്നും കൂടെ കാണിച്ചു തരാം നല്ല ഭംഗിയായിട്ട് ഇരിക്കുമ്പോ. അപ്പൊ ഇത്രയല്ലേ ഉള്ളൂ. ഇതിനൊക്കെ കാണാനും നല്ല ഭംഗിയുണ്ട്. വലുതായിട്ട് വെള്ളവും വേണ്ട. ചെറിയൊരു ഗാർഡൻ കാണിച്ചൊരു വീഡിയോ ആണ്. അപ്പൊ ശരി, ബൈ ബൈ. സൈനിങ് ഓഫ്. ബൈ.